പെണ്ണിന്റെ പേരിൽ രാജ്യം മുറിച്ചതിന്റെ കാര്യം വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് നന്നായി. കാരണം ആ പാരമ്പര്യം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കാണ്, കൊള്ളാവുന്ന കോൺഗ്രസ്സുകാർക്കല്ല. പക്ഷേ സ്ത്രീയുടെ പേരിൽ, സ്ത്രീയോടുള്ള ആഭിമുഖ്യത്തിന്റെ പേരിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മത്തായിയുടെ പുസ്തകം പറഞ്ഞാൽ മൗണ്ട് ബാറ്റന്റെ ഭാര്യയുടെ പേരിൽ, എഡ്വേർഡുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിലും മത്തായിയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പെണ്ണിന് വേണ്ടി രാജ്യത്തെ വിഭജിച്ചതിന്റെ പാരമ്പര്യം നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്നത് കോൺഗ്രസുകാർക്കാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഭീകരവാദിയെയും BJP തലോലിച്ചിട്ടില്ല. നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തരവാ യൂനസ് മാലിക്. ആ യൂനസ് മാലിക് എന്ന് പറയുന്ന തീവ്രവാദി, ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന, ജവാന്മാരെ വെടിവെച്ചു കൊന്ന യൂനസ് മാലിക്കിനെ കൈകൊടുത്തതാര്? മൻമോഹൻ സിംഗ് അല്ലേ? അതേസമയത്ത് ഇന്ത്യയുടെ നിലപാടെന്താ? ഈ നരേന്ദ്രമോദി ഇദ്ദേഹം കളിയാക്കിയല്ലോ ലോകഗുരു. അതേന്നെ, ലോകഗുരു തന്നെ, സംശയമൊന്നുമില്ല. ലോകത്തെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അംഗീകരിക്കും. ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, കമലാസനൻ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും.